പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അങ്ങ് ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് തന്നെ പരിശുദ്ധ അമ്മയുടെയും യൗസേപ്പ് പിതാവിന്റെയും പ്രത്യേകമായ മാധ്യസ്ഥ സംരക്ഷണത്തില് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കൾക്ക് ആവശ്യമായ കൃപ നൽകി, ശക്തി നൽകി, ധൈര്യം നൽകി. പരിശുദ്ധാത്മാവായ ദൈവമേ, പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവേ ഞങ്ങളുടെ മക്കളിൽ നിറഞ്ഞ് ഞങ്ങളുടെ മക്കളെ വലിയ കരുത്തില്, ധൈര്യത്തില്, അഭിഷേകത്തില് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാതാവിന്റെയും യോസേപ്പ് പിതാവിന്റെയും പുണ്യീശോയുടെയും നിറസാന്നിധ്യം തിരുക്കുടുംബത്തിന്റെ കൃപയാൽ നിറച്ച് ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഓരോ മേഖലകളിലും കർത്താവിന്റെ ശക്തമായ ഇടപെടലും അതിസ്വാഭാവികമായ കൃപകളും സ്വർഗത്തിന്റെ സഹായവും നമ്മുടെ മക്കൾക്ക് നിരന്തരം ലഭിക്കാൻ വേണ്ടി നമ്മൾ അനുദിനം പ്രാർത്ഥിക്കണം. ഇന്ന് നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മേഖല, സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെട്ടു പോകുമ്പോൾ അത് താങ്ങാനാകാതെ അസ്വസ്ഥതയിലേക്കും ഭയത്തിലേക്കും നിരാശയിലേക്കും ഡിപ്രഷനിലേക്കും മാനസികമായ ഒത്തിരി രോഗാവസ്ഥയിലേക്ക് പോകുന്ന മക്കൾക്ക് സമ്മർദ്ദങ്ങളെ നേരിടാനുള്ള വലിയ കൃപയും ശക്തിയും ധൈര്യവും നമ്മുടെ മക്കൾക്ക് ലഭിക്കാൻ വേണ്ടി ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, മക്കൾ ഉണ്ടെങ്കിൽ മക്കളെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമുക്കറിയാം, ഇന്നത്തെ ലോകം ഒത്തിരിയേറെ ഒരു കോമ്പറ്റീഷൻ, ഒരു മത്സരം ഉള്ള ഒരു ലോകമാണ്. പഠന മേഖലയിലാണെങ്കില്, ജോലി മേഖലയിലാണെങ്കില്, ബിസിനസ് മേഖലയിലാണെങ്കില്, പൗരോഹിത്യത്തിലാണെങ്കില്, ശുശ്രൂഷയിലാണെങ്കില് ഒരു മത്സരമുണ്ട്. യുദ്ധം പോലെയാ. പിശാചിനെതിരെ, അല്ലെങ്കിൽ സാമൂഹിക വ്യവസ്ഥിതിക്കെതിരെ, അല്ലെങ്കിൽ പഠന മേഖലയിൽ തന്നെ കൂട്ടുകെട്ടില്, ജോലി മേഖലയില്, ഇന്റർവ്യൂല്, ബിസിനസ്സിൽ വലിയൊരു യുദ്ധസമാനമായ ഒരു മത്സരം നടക്കുന്നുണ്ട്. അപ്പൊ അത് വരുമ്പോ പ്രഷർ, ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങള്, പഠിക്കേണ്ട കാര്യങ്ങള്, അറ്റൻഡ് ചെയ്യേണ്ട ഇന്റർവ്യൂ, അല്ലെങ്കിൽ പരീക്ഷ, അല്ലെങ്കിൽ ജോലി മേഖല, ഒത്തിരിയേറെ പ്രോജക്റ്റുകള്, ചെയ്തെടുക്കേണ്ട കമ്മിറ്റ്മെന്റുകള്, ഇത് വരുമ്പോ ഭയങ്കര സമ്മർദ്ദം വരും. ആ സമ്മർദ്ദം വരുമ്പോ നമ്മുടെ മക്കൾക്ക് എന്ത് വേണം? നല്ല ബലം വേണം. സമ്മർദ്ദങ്ങളെ നേരിടാൻ, പ്രതികൂലങ്ങളിൽ തളരാതിരിക്കാൻ, പ്രതിബന്ധങ്ങളിൽ ഭയപ്പെടാതിരിക്കാൻ അതിനേതാണ് ദൈവത്തിന്റെ ശക്തി നമ്മുടെ മക്കൾക്ക് വേണം. അനേക മക്കള് സ്ട്രെസ്, ഏറ്റവും കൂടുതൽ പറഞ്ഞ വാക്കാണ് സ്ട്രെസ്സാണ്. അമ്മേനെ സ്ട്രെസ് ആക്കില്ലേ, അച്ഛനെ സ്ട്രെസ് ആക്കില്ലേ. ഒരു ചെറിയ കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് മക്കള് സ്ട്രെസ് ആവുക. ഈ ഒരു അവസ്ഥയിൽ നിന്ന് എന്തു നേരിടാനുള്ള ഒരു കരുത്ത് നമ്മുടെ മക്കൾക്ക് ലഭിക്കണം. നമ്മൾ പണ്ടൊക്കെ പറയില്ലേ, തീയിൽ കുരുത്തത് വെയിലത്ത് വാടത്തില്ല. ഇന്ന് ഈ ഒരു അനുഭവം നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കാത്തത് ഭയങ്കര ഒരു തെറ്റായി പോയി. മക്കൾക്ക് എല്ലാം കൊടുത്ത് എല്ലാ സമയവും എല്ലാ ആനുകൂല്യങ്ങളും ഒരു ഭാരം വഹിപ്പിക്കാൻ സമ്മതിക്കത്തില്ല. എല്ലാത്തിനും അവരെ സുഖിപ്പിക്കാൻ വേണ്ടി നമ്മുടെ നല്ല മനസ്സുകൊണ്ടാ എല്ലാം ചെയ്തു കൊടുത്ത് അവർക്കൊരു റെസിസ്റ്റൻസ് പവർ ഇല്ലാണ്ടാക്കി. അതുകൊണ്ട് ചെറിയൊരു പ്രശ്നം വരുമ്പോ താങ്ങാൻ പറ്റണില്ല. കുടുംബജീവിതത്തില് പെട്ടെന്ന് ഡൈവോഴ്സ് ആകുന്നു, അല്ലെങ്കിൽ പരീക്ഷയിൽ തോൽവി പെട്ടെന്ന് ഡൗൺ ആക്കുന്നു, ഡിപ്രഷനിലേക്ക് ആകപ്പാടം നയിക്കുന്നു, നിരാശയിലേക്ക് നയിക്കുന്നു. എല്ലാം പോയി എന്നുള്ള രീതിയിലേക്ക് മക്കളായി പോവാ. ഒരു പരീക്ഷ തോറ്റ അടുത്ത പരീക്ഷ ഏതാ? എന്തെങ്കിലും ഒരു തകർച്ച വന്നാൽ നമുക്ക് നേരിടാം. നമ്മളൊക്കെ അങ്ങനെയാണല്ലോ. പക്ഷെ ഈ ഒരു ബലം നമ്മുടെ മക്കൾക്കില്ല. അതുകൊണ്ട് ഇന്ന് നമുക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാതാപിതാക്കളെ, ഈ സമ്മർദ്ദങ്ങൾ വരുമ്പോ അതിനെ ധീരതയോടെ നേരിടാൻ, കരുത്തോടെ പിടിച്ചു നിൽക്കാൻ, തോറ്റാലും ഞാൻ എഴുന്നേൽക്കും, വീണാലും ഞാൻ എഴുന്നേൽക്കും, ഞാൻ കർത്താവിന്റെ കരങ്ങളിൽ, എന്റെ കർത്താവിനെ താങ്ങും, എന്നെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. അങ്ങനെ ഒരു ഉറച്ച വിശ്വാസത്തിന്റെ ഒരു ധൈര്യം, അതാണ് പറയുന്നത്. നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് അടിമത്തത്തിന്റെയോ ഭയത്തിന്റെയോ ആത്മാവിനെയല്ല, പിന്നെയോ പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവിനെ തന്നെ സ്വീകരിച്ചവരെ നമ്മൾ. ഈ ഒരു സാന്നിധ്യം, അതിന്റെ ശക്തി, അതാ പൗലോസ് പറഞ്ഞ, നിന്റെ അകത്തുള്ളവൻ പുറമേ ഉള്ളവനേക്കാൾ ശക്തനാണ്. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. നമ്മൾ ദൈവത്തിന്റെ മക്കളാ. ആ ഒരു ബലം എന്തുണ്ടായാലും നേരിടാൻ, എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ, എന്നെ സഹായിക്കാൻ,
സഹായകനാകുന്ന പരിശുദ്ധാത്മാവുണ്ട്. അതുകൊണ്ട് ഈ സമ്മർദ്ദങ്ങൾ വരുമ്പോ വിശ്വാസം അതാണ് അടിസ്ഥാനം, അതേ ഉള്ളൂ നമ്മുടെ ബലം. നമ്മുടെ കൂടെ ദൈവമുണ്ട്. യോസേപ്പിതാവും മാതാവും സ്വർഗവും സ്വർഗവാസികളൊക്കെ ഉണ്ട്. കൂടുതൽ ദൈവത്തിലേക്ക് ആഴപ്പെടുക, വിശ്വാസത്തിന്റെ ബലത്തോടെ പ്രത്യാശയിൽ ആയിരിക്കുക. അങ്ങനെ വരുമ്പോ ഏത് സമ്മർദ്ദങ്ങളും നേരിടുന്ന ഒത്തിരി മക്കൾക്ക് എന്തിനെ കുറിച്ച് പരാതി, പെറുവെറുപ്പ്, എണ്ണിപ്പറക്കുക, അതിനെപ്പറ്റി ദേഷ്യം, ഒച്ചപ്പാട്, അസമാധാനം, അസ്വസ്ഥത, ഇത് ഉറക്കമില്ലായ്മ, നിരാശ, പിന്നെ പലതിലേക്ക് നയിക്കാണ്. സമ്മർദ്ദങ്ങൾ നേരിടാൻ പറ്റിയോ? നമ്മുടെ ജീവിതം വിജയിച്ചു. പറ്റില്ലേ? തോറ്റു. നമ്മൾ ഈ അഭിഷേകത്തിന് വേണ്ടി ഇന്ന് പ്രത്യേകം നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. മക്കളെ, എല്ലാ സമ്മർദ്ദങ്ങൾ നിറഞ്ഞ ജീവിതമാണ്. അത് ഒഴിവാക്കി ജീവിക്കാൻ പറ്റില്ല. അതിനാൽ തന്നെ സമ്മർദ്ദങ്ങൾ നേരിടാൻ വേണ്ട ശക്തിയും അഭിഷേകവും കരുത്തും വിശ്വാസത്തിന്റെ ഉറപ്പും നമ്മുടെ മക്കൾക്ക് കിട്ടിയേ തീരും. അപ്പൊ അതിനു വേണ്ടി നമുക്കിന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ മക്കളെല്ലാവരെയും പ്രത്യേകം ബലം കൊണ്ടും കരുത്തുകൊണ്ടും പ്രത്യാശ കൊണ്ടും വിശ്വാസം കൊണ്ടും നിറച്ച് എന്ത് സമ്മർദ്ദത്തിനും അടിമപ്പെട്ടു പോകാതെ അതിനെ അതിജീവിക്കുന്ന, അതിനെ വിജയിക്കുന്ന കരുത്തോടെ, ധീരതയോടെ, ശക്തിയോടെ അതിനെ പോരാടി ജയിക്കാനുള്ള വലിയ അഭിഷേകം, കൃപ നമ്മുടെ മക്കൾക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെട്ട് ഇതിനോടകം മാനസിക രോഗത്തിലും നിരാശയിലും പെട്ട് എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ ഇവൻ ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചവരും ഇതിനോടകം ആത്മഹത്യ ചെയ്തു പോയ മക്കളെയും അച്ഛനറിയാം. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കൾ ആ സമയത്തൊക്കെ വേണ്ടാത്ത തീരുമാനങ്ങൾക്ക് എടുത്തു പോകുന്ന അനേകം മക്കളുണ്ട്. ചില മക്കൾ അത് വരുമ്പോ ലഹരിക്ക് അടിമപ്പെടും, കൂട്ടുകൂടിപ്പോ നശിക്കാൻ തന്നെ തീരുമാനിച്ചിറങ്ങും. ചില മക്കൾ ആത്മഹത്യ ചെയ്യും. ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ. സമ്മർദ്ദങ്ങൾ ജീവിതത്തിൽ തോൽപ്പിക്കപ്പെടാൻ വേണ്ടിയല്ല. സമ്മർദ്ദങ്ങളെ നമ്മൾ തോൽപ്പിക്കണം. സമ്മർദ്ദങ്ങൾ നമ്മളെ തോൽപ്പിക്കാൻ പാടില്ല. അതുപോലെ നമ്മുടെ മക്കളും മനസ്സിലാക്കിയും അതിനെ തോൽപ്പിച്ച് യുദ്ധം ചെയ്യണം. നമ്മൾ അവസാനം എന്താ പറയാ? ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം സംരക്ഷിച്ചു. ആ ഒരു വലിയ കരുത്തോടെ, ധീരതയോടെ നമ്മുടെ മക്കൾ ജീവിക്കട്ടെ, പരീക്ഷയെ നേരിടട്ടെ, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യട്ടെ, ഉത്തരവാദിത്തങ്ങൾ നിറവേറട്ടെ, പ്രോജക്റ്റുകൾ ചെയ്യട്ടെ. ധീരതയോടെ യുദ്ധം ചെയ്യുന്നവന് നിരന്തരമായ അക്ഷീണമായ പ്രയത്നം ചെയ്ത് യുദ്ധം ചെയ്യുന്നവന് വിജയം സുനിശ്ചിതമാണ്. ഈ പ്രത്യാശ നമ്മുടെ മക്കളിൽ നിറയട്ടെ. നമുക്കതിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. കർത്താവിന്റെ മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഓർക്കണം, എന്നത്തെക്കാളുമേറെ സമ്മർദ്ദങ്ങൾ നിറഞ്ഞ ഒരു ലോകത്തിലാണ് നമ്മുടെ മക്കൾ ജീവിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയാണ് ഈ ലോകം. നമ്മുടെ കോമ്പറ്റേറ്റീവ് വേൾഡ്, ഒരു മത്സരത്തിന്റെ ഒരു യുദ്ധക്കളമാണ് ഈ ലോകം. അതുകൊണ്ട് തന്നെ സമ്മർദ്ദങ്ങൾ ഉണ്ടാകും. എവിടെ ചെന്നാലും സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ എന്ത് വേണം? സ്വർഗത്തിന്റെ സഹായം, അതിസ്വാഭാവികമായ കൃപകളെ എപ്പോഴച്ച പറയില്ലേ? ദൈവത്തിന്റെ സഹായം സ്വർഗത്തിൽ നിന്ന്. ആ ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ മക്കളെല്ലാവരും അനുഗ്രഹിക്കട്ടെ, എപ്പോഴും ഇപ്പോഴും എന്നേക്കും. ആമേൻ. പ്രാർത്ഥനയോടെ ദിവ്യാനുസരണത്തിൽ നമ്മുടെ മക്കൾക്കായി ഈ ഒരു അഭിഷേകത്തിനായി പ്രാർത്ഥിക്കാം. മക്കളെ നമ്മുടെ കുടുംബത്തെയും മക്കളെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യീശോയെ, അങ്ങയുടെ മക്കളായി ഞങ്ങളുടെ കൂടെ വസിക്കുന്ന അങ്ങയുടെ വലിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനും അങ്ങയുടെ വലിയ കരുണയാലും ശക്തിയാലും നിറച്ച് ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കാനും വേണ്ടി ഇത് ഞങ്ങളുടെ മക്കളെല്ലാവരെയും അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്ന് സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഒത്തിരിയേറെ മാനസികമായ സംഘർഷത്തില്, ഉറക്കം നഷ്ടപ്പെട്ട് രോഗാവസ്ഥയിലും അതുപോലെ തന്നെ പലവിധ കാരണങ്ങളാല് രാത്രിയിൽ ഉറങ്ങാൻ ആഗ്രഹിച്ചിട്ടും ഉറങ്ങാൻ പറ്റാത്ത വിധത്തില് ഒത്തിരി വേദനിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ മക്കളെയും തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിന് പല കാരണങ്ങളുണ്ട് കർത്താവെ, ഞങ്ങൾക്കറിയാം. കർത്താവ്, ഞങ്ങളുടെ മക്കളോട് കരുണയായിരിക്കണമേ. അറിഞ്ഞോ അറിയാതെയോ പല പല ഗെയിമുകളില്, സിനിമകളില്, മൊബൈൽ അടിമത്തത്തില്, തെറ്റായ സംസാരങ്ങളില് ഇരുന്ന് രാത്രി ഉറങ്ങാതെ കർത്താവെ, ഇന്ന് ഞങ്ങളുടെ മക്കൾക്ക് ഉറങ്ങണമെന്ന് വിചാരിച്ചിട്ട് പോലും ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ. അതോടൊപ്പം തന്നെ പലവിധ ഉത്കണ്ഠകള്, ഭയം, നിരാശ, തോറ്റതിന്റെ നൊമ്പരങ്ങള്,
ഒത്തിരിയേറെ മോഹഭംഗങ്ങള് ഞങ്ങളുടെ മക്കളെ അസ്വസ്ഥതപ്പെടുത്തി ഉറക്കം പോലും നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ മക്കൾ അങ്ങയിൽ ആശ്രയിക്കട്ടെ, ഞങ്ങളുടെ മക്കൾ അങ്ങയിൽ ശരണപ്പെടട്ടെ കർത്താവേ. അതോടൊപ്പം തന്നെ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളുടെ മക്കളുടെ ഈ അവസ്ഥകളെ എടുത്തു മാറ്റി അവരെ ആശ്വസിപ്പിച്ച് അവരെ ബലപ്പെടുത്തി അവർക്ക് ധൈര്യം നൽകി അവർക്ക് സമാധാനം നൽകി അവർക്ക് സ്വസ്ഥത നൽകി. ഈശോയെ, ഞങ്ങളുടെ പാവപ്പെട്ട മക്കൾക്ക്, ഉറക്കമില്ലാത്ത മക്കൾക്ക് നല്ല ഉറക്കം നൽകി ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ഈശോയെ, പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകത്താല് ഞങ്ങളുടെ മക്കളെ എല്ലാവരെയും നിറച്ച് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ഒരുമിച്ച് നമ്മുടെ എല്ലാ മക്കളെയും, പ്രത്യേകിച്ചും ഉറക്കമില്ലാത്ത അവസ്ഥയില് ഒത്തിരിയേറെ വേദനിക്കുന്ന മക്കള് അവരെ പറയും, അച്ഛാ ഒന്ന് ഉറങ്ങിയാ മതി, ഒരു ഉറക്കം കിട്ടിയാ മതി, ഉറങ്ങാൻ പറ്റണില്ല അച്ഛാ, രാത്രി മുഴുവൻ തിരിഞ്ഞും മറഞ്ഞും കിടന്ന് നേരം വിളിപ്പിക്കുന്ന മക്കള്. സോയെ, ഞങ്ങളുടെ എല്ലാ മക്കളെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞാൻ ശാന്തമായി കിടന്നുറങ്ങും, ഞാൻ എഴുന്നേൽക്കും, ഞാൻ കർത്താവിന്റെ കരങ്ങളിലാണെന്ന് പറയാൻ സാധിച്ച ആ ദാവീദിന്റെ ആ വലിയ അഭിഷേകം, ആ ബന്ധം ഞങ്ങളുടെ മക്കൾക്കും നൽകി ഞങ്ങളുടെ മക്കളെ ബലപ്പെടുത്തണമേ, മനസ്സുകളെ സ്വസ്ഥതപ്പെടുത്തണമേ, വിശ്വാസത്തിൽ ഉറപ്പിക്കണമേ. ഈശോയെ, ഞങ്ങളും ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കൾ ശാന്തമായി കിടന്നുറങ്ങട്ടെ. വിശ്വാസത്തോടെ ഞാൻ ശാന്തമായി എഴുന്നേൽക്കും, ഞാൻ കർത്താവിന്റെ കരങ്ങളിലാണ് എന്നുള്ള ആ വലിയ വിശ്വാസ ബന്ധം ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ. അങ്ങിൽ നകന്നു പോയ, അങ്ങിൽ നിന്ന് വേർപെട്ടുപോയ അവസ്ഥകളിൽ നിന്നൊക്കെ ഞങ്ങളുടെ മക്കളെ അങ്ങ് തന്നെ ചേർത്ത് പിടിക്കണമേ. അങ്ങയുടെ കരങ്ങളിൽ, അങ്ങയുടെ മാറോട് ചേർത്ത് പിടിക്കണമേ. അങ്ങ് തിരുഹൃദയത്തിൽ തിരുരക്തം കൊണ്ട്, തിരുജലം കൊണ്ട് പൊതിഞ്ഞു പിടിക്കണമേ. ഈശോയെ, ഞങ്ങളുടെ മക്കൾ ശാന്തരാകട്ടെ, ഞങ്ങളുടെ മക്കൾ സ്വസ്ഥരാകട്ടെ, ഞങ്ങളുടെ മക്കൾ വിശ്വാസത്തിലും പ്രത്യാശയിലും നിറയട്ടെ. അതിനു വേണ്ട അത്ഭുതങ്ങളും അടയാളങ്ങളും സമാധാനവും സന്തോഷവും സ്നേഹവും സൗഹൃദവും എല്ലാം നൽകി ഞങ്ങളുടെ മക്കളെ ഒതുങ്ങി പിടിക്കണമേ, സംരക്ഷിക്കണമേ. വലിയ സൗഖ്യശക്തി ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഞങ്ങളുടെ മക്കളിലേക്ക് വ്യാപരിക്കട്ടെ. അവരുടെ ബുദ്ധി, തലച്ചോറ്, ചിന്തകൾ, ഓർമ്മകൾ, തോന്നലുകൾ, സ്വപ്നങ്ങൾ എല്ലാം അങ്ങ് ഏറ്റെടുക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മക്കളെ പൂർണ്ണമായി ഏറ്റെടുക്കണമേ. ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഈ സൗഖ്യശക്തി, ഈ ശാന്തതയുടെയും സമാധാനത്തിന്റെയും ശക്തി ഞങ്ങളുടെ മക്കളിലേക്ക് വ്യാപരിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ മക്കൾ ശാന്തമായി ഉറങ്ങി വിശ്രമിക്കട്ടെ, ധീരതയോടെ മുന്നോട്ട് പോകട്ടെ. ഒന്നും തടസ്സപ്പെടുത്താത്ത രീതിയിൽ വലിയ അഭിഷേകത്തില് അങ്ങയുടെ മക്കളുടെ സ്വാതന്ത്ര്യത്തിൽ ഈശോയെ, അങ്ങയുടെ മോനെ പോലെ, അങ്ങയുടെ മോളെ പോലെ ഞങ്ങളുടെ മക്കൾ ജീവിക്കട്ടെ. എല്ലാ കൃപകൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളുടെ വ്യക്തിപരമായ നിയോഗങ്ങളും പ്രാർത്ഥനകളും ദിവ്യകാനുസരണത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഈശ്വര ആശീർവാദത്തിനായിട്ട് ഉറക്കമില്ലാത്ത എല്ലാ മക്കളെയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേദനിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് സൗഖ്യത്തിനും വിടുതലിനും ശാന്തമായ വിശ്രമത്തിനെല്ലാം വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.